ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മെനപ്പോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹോർമോൺസ്, അതിൻ്റെ കുറച്ച് ശാസ്ത്രീയ വശങ്ങൾ, ആ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഈ മെനപ്പോസിൻ്റെ സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ മൂലം പല ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ട്. മൂഡ് സ്വിങ്, ഡിപ്രഷൻ, ദേഷ്യം, തളർച്ച, ഇതുപോലെയുള്ള പല പ്രോബ്ലംസും അന്നേരം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പലർക്കും ഇത് ജീവിതത്തിൻ്റെ അവസാനമായിട്ട് തന്നെ തോന്നാറുണ്ട്. ഈ മാസമുറ അല്ലെങ്കിൽ എല്ലാ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകുന്ന പീരീഡ്സിൻ്റെ സമയത്ത് അവർ അനുഭവിക്കുന്ന ശാരീരിക മാനസികമായിട്ടുള്ള സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഈ മെനപ്പോസിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഹോർമോൺസ്, ബ്ലഡ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്രവങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹോർമോൺസ്. ഇതിൻ്റെ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഈ മെനപ്പോസും മെൻസ്ട്രുവേഷനും എല്ലാം സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷിയുമായിട്ടാണല്ലോ ബന്ധപ്പെട്ട് കിടക്കുന്നത്. 50 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഈ മെനപ്പോസിൻ്റെ അല്ലെങ്കിൽ ആർത്തവവിരാമത്തിൻ്റെ കാലഘട്ടം എന്ന് നമുക്കറിയാം. 50-55 വയസ്സാകുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യുൽപാദന ശേഷി വളരെ കുറഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഈ പ്രത്യുൽപാദന ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 2 ഹോർമോൺസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് ക്രമാതീതമായിട്ട് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഈ 50-55 വയസ്സ് സമയങ്ങളിൽ. അപ്പോൾ ഈ 2 ഹോർമോൺസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഇംബാലൻസ്, അത് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 ഹോർമോൺസിൻ്റെ അളവുകൾ കുറയുന്നതിനനുസരിച്ചിട്ട് സ്ത്രീകളിൽ ഉറക്കമില്ലായ്മ, ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ്, ഹോട്ട് ഫ്ലാഷസ് എന്നിവയെല്ലാം അനുഭവപ്പെടാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെല്ലാം തന്നെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ 2 ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവുകൾ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഹോർമോൺസ് ഉണ്ട്. അത് സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്നൊക്കെ അറിയപ്പെടുന്ന മറ്റു ചില ഹോർമോണുകളുണ്ട്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസിൻ്റെയും അളവുകൾ ക്രമാതീതമായിട്ട് തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുമ്പോൾ ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ജീവിതത്തിൽ ഹാപ്പിനെസ്സും കുറഞ്ഞു വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മെനപ്പോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ആണ് ഈ ഒട്ടുമിക്ക ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും മെയിൻ റീസൺ. നമുക്ക് ഈ ഹോർമോൺസിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ, അതിൻ്റെ ബാലൻസിങ്ങിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒരു പരിധി വരെ നമുക്ക് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. മെഡിക്കൽ, ന്യൂട്രീഷണൽ, നോൺ മെഡിക്കൽ, ഇതാണ് 3 തരം സപ്പോർട്ട് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിൽ മെഡിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. അത് കൃത്യമായ ഒരു ഗൈനക്കോളജിയുടെ നിർദ്ദേശപ്രകാരം അവർ ആദ്യമേ ഹോർമോൺ ലെവൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട ഒരു തെറാപ്യൂട്ടിക് റെജിമൻ ഏതൊക്കെയാണ് കുറവ്, അതിനനുസരിച്ചുള്ള തെറാപ്യൂട്ടിക് റെജിമൻ അവർ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റേതായ റിസ്കുകളുമുണ്ട്. അതുകൊണ്ട് പ്രോപ്പർ അഡ്വൈസ് പ്രകാരം മാത്രം ചെയ്യേണ്ട ഒന്നാണ്. 2 വരുന്നത് സെറോട്ടോണിൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻസ് ആണ്. അതുമൂലം നമ്മൾ ഈ സെറോട്ടോണിൻ നമ്മൾ പറഞ്ഞല്ലോ ഹാപ്പി ഹോർമോൺ ആണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂഡും ഹാപ്പിനെസ്സും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. 3 വരുന്നത് ഈ ഈസ്ട്രജൻ്റെയൊക്കെ ലോക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് ക്രീമും ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൃത്യമായ ഹോർമോൺ ലെവൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഗൈനക്കോളജിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ഒന്നാണ്. ഇനി ന്യൂട്രീഷൻ സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ. ഇവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സോയാബീൻ, ഫ്ലേക്സ് സീഡ്, ചിയ സീഡ്, ബ്രോക്കോളി, കാബേജ് എന്നിവയാണ്. പിന്നെ വരുന്നതാണ് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി മെയിനായിട്ടും സൂര്യപ്രകാശത്തിൽ നിന്നാണ്, നമുക്കറിയാം. പിന്നെ ഭക്ഷണ സാധനങ്ങൾ നോക്കിയാൽ മിൽക്ക് പ്രോഡക്ട്സ്, മുട്ട എന്നിവയിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ
ഇടയ്ക്ക് വിറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അളവ് ബ്ലഡിൽ കുറവാണെന്ന് കണ്ടാൽ ചിലപ്പോൾ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യവും വന്നേക്കാം. പിന്നെ അവർക്ക് വേണ്ട ഒന്നാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. ഇത് കൂടുതലായിട്ട് നമുക്ക് ഫിഷിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ വേണ്ടത് മഗ്നീഷ്യം. അത് ബനാന, വെളുത്തുള്ളി, കശുവണ്ടി, പാലക്ക് എന്നിവയിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് കിട്ടും. പിന്നീട് വേണ്ടത് വിറ്റമിൻ ബി. അത് നമുക്ക് ധാരാളമായിട്ടും ധാന്യങ്ങളിലും പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ കാണാൻ സാധിക്കും. അത് നമുക്ക് കഴിക്കാൻ കൊടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ സെറോട്ടോണിൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആൽക്കഹോള്, സ്മോക്കിങ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, കോഫി, ഇതിൻ്റെ എല്ലാ അളവുകൾ നമ്മൾ പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ഹോട്ട് ഫ്ലാഷസ് അതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നോൺ മെഡിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ എന്താണെന്ന് നോക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു കാര്യമാണ് വ്യായാമം. ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടി കണ്ടെത്തേണ്ടതാണ്. ഈ വ്യായാമം ചെയ്യുന്നത് മൂലം നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എല്ലാം വളരെയധികം സ്റ്റിമുലേറ്റായി ഇമ്പ്രൂവ് ആയി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നതാണ്. അതിൽ നമ്മൾ ബ്രീതിങ് എക്സർസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എല്ലാം ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ വേണ്ട ഒന്നാണ് നല്ല ഉറക്കം. രാത്രി ഒരു 10 മണിക്ക് മുന്നേ എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. ഡിസ്റ്റർബൻസുകളെല്ലാം കൺട്രോൾ ചെയ്യുക. കിടക്കുന്ന സമയത്ത് മൊബൈൽ, TV പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കിടക്കാതെ നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുക. റൂം AC ഒക്കെ ഉള്ള റൂമാണെങ്കിൽ നേരത്തെ തന്നെ കൂളിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ട് ഫ്ലാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാമിലി ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. അപ്പോൾ സൊസൈറ്റി ഇവരെ മനസ്സിലാക്കണം. ഈ ഒരു ക്രൈസിസ് എന്താണെന്നും ഈ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേണ്ടത് നമ്മൾ കുടുംബമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. മെയിനായിട്ട് പാർട്ട്ണറായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഈ പരസ്പരമുള്ള ടച്ച്, ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു മസാജ്, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. ഈ ടച്ചും മസാജും ഒരുമിച്ചിരിക്കുന്ന സമയമൊക്കെ നമ്മുടെ എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് വളരെയധികം അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ആ കൂടി വരുന്ന ഹോർമോൺ നമുക്ക് ഹാപ്പി ഹോർമോൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധിവരെ ഈ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹോബികൾ. അതായത് ഗാർഡനിങ് ചെയ്യാം, പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെറ്റ്സുമായിട്ട് സമയം ചെലവഴിക്കാം. ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ, ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. അതായത് ഹോബി പോലെ നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഒരു മൈൻഡ് ഡൈവേർഷൻ, നമുക്ക് മൂഡ് സ്വിങ്സും ഡിപ്രഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ പച്ചക്കറിത്തോട്ടമൊക്കെ ആയിട്ട് നമ്മൾ ആക്റ്റീവായിട്ടിരുന്നാൽ അത് വളരെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെയധികം നന്നായിരിക്കും. പിന്നെ ലൈറ്റ് കുറവുള്ള റൂമിൽ മൂടിയായിട്ടിരിക്കാതെ പുറത്തോട്ട് ഇറങ്ങി വന്ന് ലൈറ്റിൽ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈ സെറോട്ടോണിൻ ലെവലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, മെനപ്പോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം എന്ന് പറഞ്ഞാൽ അതൊരു രോഗമല്ല, അത് ഒരു പ്രഗ്നൻസിയൊക്കെ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് കൃത്യമായ എക്സർസൈസും ഹോർമോൺ ബാലൻസിങ്ങും ന്യൂട്രീഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. ബൈ ബൈ.